ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്കൂളിൽ ചെറിയൊരു വർക്കിന് വേണ്ടി വന്നതാണ്. എന്നാൽ നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് പോകാം. നമുക്കിവിടെ കുട്ടികൾക്ക് കൈ കഴുകാൻ 3 ടാപ്പും കാല് കഴുകാൻ ഒരു പോയിൻറ്റുമാണ് നമ്മളോട് പറഞ്ഞത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ആദ്യം തന്നെ കറക്റ്റ് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മൊത്തം ടൈൽ ഒട്ടിച്ചാണ്, അപ്പോൾ ആകെ കണക്ഷൻ എടുക്കാൻ പറ്റുന്ന നമുക്ക് ഈ പോയിൻറ്റിന് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത ടൈൽ ആദ്യം നമ്മൾ ഉളി വെച്ചാണ് പൊളിച്ചത്. ഈ പോയിന്റിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഷവർ കൊടുക്കേണ്ടത് കാല് കഴുകാൻ. ഈ ടൈപ്പ് സ്റ്റോപ്പ് കോക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ഇതുപോലെ MTA ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് കോക്കിൽ ടൈറ്റ് ചെയ്യുന്നത്. MTA സ്റ്റോപ്പ് കോക്കിൻ്റെ 2 സൈഡിൽ ഇതേമാതിരി ഇടുക. ഇതുപോലെ പ്ലംബർ MC വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈറ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് കോക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാരിസാണ് ഡ്രില്ല് വെച്ച് പൊളിക്കുന്നത്. അങ്ങനെ നല്ല ഡീപ്പായിട്ട് അടിപൊളിയായിട്ട് പൊളിക്കണം കേട്ടോ. പോയിൻറ്റ് മാക്സിമം ടൈൽ ലെവലിൽ കിട്ടാൻ ശ്രമിക്കുക. നമ്മളെ കണക്ഷന് ഇവിടെയാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എൽബോ ഇട്ടിട്ട് എടുക്കുന്നത്. നമ്മൾ ASTMൻ്റെ പൈപ്പും ഫിറ്റിങ്സുമാണ് ഉപയോഗിക്കുന്നത്. മൊത്തം ഇതേമാതിരി നല്ല രീതിയിൽ ഗമ്മിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കയറ്റി ഒട്ടിക്കുക. ഞങ്ങളെ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് നല്ല രീതിയിൽ ഗമ്മിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക, ലീക്ക് ഉണ്ടായത്. പോയിൻ്റ് മൊത്തം എൻഡ് പ്ലഗ് ഇട്ടിട്ട് ഇതേ മോഡൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി ഒട്ടിക്കാൻ പോകുന്ന പോയിൻ്റാണ് കാല് കഴുകാനുള്ള പോയിൻ്റ്. അപ്പോൾ ഷവറിൻ്റെ ഒരു പോയിൻ്റാണ് താഴെ, സ്റ്റോപ്പ് കോക്ക് മുകളിലാണ് നമ്മൾ കൊടുത്തത്. വെള്ളം എവിടെ നിന്നാണ് വരുന്നത് ആ ഭാഗത്തേക്ക് സ്റ്റോപ്പ് കോക്കിൻ്റെ ആരോ മാർക്ക് കൊടുത്താണ് കേട്ടോ ഒട്ടിക്കേണ്ടത് എല്ലാവരും. ഇനി നമുക്ക് താഴെ തറയിൽ ഫ്ലോർ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള പോയിൻ്റ് കൊടുക്കേണ്ടത്. മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് ഒട്ടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം വർക്ക് കഴിഞ്ഞ് പോയിൻറ്റുകളൊക്കെ നമ്മൾ ടൈലൊട്ടിക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സിമെൻറ്റ് വെച്ച് അടച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.